വെൽക്കം ടു മാത്സ് ക്ലാസ് റൂം. മാത്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അരിത്മെറ്റിക് സീക്വൻസിൽ തന്നെ പൊസിഷൻ ആൻഡ് ടൈം അഥവാ സ്ഥാനവും പദവും എന്ന പാർട്ടാണ് പഠിക്കുന്നത്. പൊസിഷൻ ആൻഡ് ടൈംസ്. സ്ഥാനവും പദവും, അതായത് അരിത്മെറ്റിക് സീക്വൻസിൽ 1, 11, 21, 31 ഇങ്ങനെ പോയാൽ ഇതിനെ ഫസ്റ്റ് ടേം അഥവാ x1 ഒന്നാം പദം x1 എന്നും, ഇതിന് സെക്കൻഡ് ടേം x2 ഇത് രണ്ടാം പദം, ഇത് മൂന്നാം പദം, ഇത് നാലാം പദം ഇങ്ങനെ പറയും. ഇനി ഇതിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ 1, 11, 21, 31 എക്സെട്ര ഇതിന് ടേംസ് എന്നും, ഇത് 1, 1, 2, 3, 4 ഇതിന് പൊസിഷൻ എന്നുമാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ പൊസിഷനും ഈ ടേംസുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഫസ്റ്റ് പൊസിഷനിൽ 1 ആണ്, സെക്കൻഡ് പൊസിഷനിൽ 11 ആണ്, തേർഡ് പൊസിഷനിൽ 21 ആണ്, ഫോർത്ത് പൊസിഷനിൽ 31 ആണ് എക്സെട്ര. ഇനി ഇതിൻ്റെ നമുക്ക് ഫസ്റ്റ് x1 എന്ന് പറയുന്നത് 1 ആണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് പൊസിഷനിൽ x2 ആണ്. x2 എന്ന് പറഞ്ഞാൽ 1നോട് കൂടി ഇവിടെ കോമൺ ഡിഫറൻസ് 11 നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന 10 ആണ്. അപ്പം 11 നിന്ന് 1 മൈനസ് ചെയ്താൽ 10 കിട്ടും. അപ്പോൾ അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് 21 നിന്ന് 11 മൈനസ് ചെയ്താലും 10 ആണ്, 31 നിന്ന് 21 മൈനസ് ചെയ്താലും 10 ആണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 10 ആണ്. 1നോട് 10 ആഡ് ചെയ്തപ്പോഴാണ് 11 കിട്ടിയത്. അതിന് നമുക്ക് എഫിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിട്ട് എഴുതാം, എഫ് പ്ലസ് ടി. അങ്ങനെയാണെങ്കിൽ x3 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 10നോട് വീണ്ടും 10 ആഡ് ചെയ്തതാണ്. അതിന് എഫ് പ്ലസ് 2 പ്രാവശ്യം ഡി ആഡ് ചെയ്തു, അപ്പോൾ എഫ് പ്ലസ് 2d എന്ന് പറയാം. x4 ആണെങ്കിൽ 1നോട് കൂടി 3 പ്രാവശ്യം 10 ആഡ് ചെയ്തു. 1നോട് ആദ്യം 10 ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി, ഒരിക്കൽ കൂടി 10 ആഡ് ചെയ്തപ്പോൾ 21 കിട്ടി, 21നോട് ഒരിക്കൽ കൂടി 10 ആഡ് ചെയ്തപ്പോൾ 31 കിട്ടി. അപ്പോൾ 1 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 ദാറ്റ് ഈസ് എഫ് പ്ലസ് 3d എന്ന് കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് x10 എന്ന് പറയുമ്പോൾ എഫ് പ്ലസ് ഇവിടെ 4 ആയപ്പോൾ 3d എന്നും, 3 ആയപ്പോൾ 2d എന്നും, 2 ആയപ്പം 1d എന്നും കിട്ടി. x1 ആയപ്പോൾ ഇവിടെ 0d ആയി. അപ്പോൾ നമുക്ക് x10 എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് 9d എന്ന് എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ x100 ആണെങ്കിൽ എഫ് പ്ലസ് 99d എന്നെടുക്കും. ഇങ്ങനെ പോയാൽ xn എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി. ഇപ്പോൾ 100 ആയപ്പോൾ 100ൽ നിന്ന് 1 കുറഞ്ഞാണ് 99 ആയത്, 10 ആയപ്പോൾ 10ൽ നിന്ന് 1 കുറഞ്ഞാണ് 9 ആയത്, അങ്ങനെ 4ൽ നിന്ന് 1 കുറഞ്ഞാണ് 3 ആയത്, 3ൽ നിന്ന് 1 കുറഞ്ഞ് 2 ആയി, അങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ xn എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി. അപ്പോൾ ലാസ്റ്റ് ടേം അഥവാ എന്ത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ടേം അഥവാ എന്നാം പദം എന്ന് പറയുന്നത് xn ഈക്വൽ ടു എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇത് xn ഈക്വൽ ടു എഫ് പ്ലസ് n ഇൻറ്റു ഡി എൻ ഡി മൈനസ് ഡി എന്ന് കിട്ടും. ഇത് നമ്മൾ ആൾജിബ്രൈക് ഫോമിലോട്ട് എഴുതുമ്പോൾ ഇവിടെ ഡിക്ക് കോഎഫിഷ്യൻ്റായിട്ട് ഡിക്ക് മുന്നിൽ n ഉണ്ട്. അപ്പോൾ ഡിയുടെ കോഎഫിഷ്യൻ്റാണ് n എന്ന് നോക്കാം. അപ്പോൾ n ഇവിടെ വേരിയബിളാണ്. അപ്പോൾ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതും. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ് എന്ത് ടേം. ഇതിൻ്റെ ആൾജിബ്രൈക് ഫോമും ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പൊസിഷനും ടേംസും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ 1, 11, 21,
31 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ ഓരോന്നേയും നമ്മൾ ടേംസ് എന്നാണ് പറയുക. 1, 11, 21, 31 ഇതിനെ ടേംസ് എന്നും. ഇത് ഫസ്റ്റ് പൊസിഷൻ x1 ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഇങ്ങനെ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ നമ്പേഴ്സിൻ്റെ റിലേഷൻസ് നോക്കാം. 1ഉം 21ഉം ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 11 കിട്ടിയത്. 1ഉം 21ഉം ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 11 കിട്ടി. അതുപോലെ 11ഉം 31ഉം ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 21 കിട്ടിയത്. അപ്പോൾ നമുക്ക് x2 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x3/2. ഇനി x3 ആണെങ്കിൽ s2 പ്ലസ് x4/2. ഇങ്ങനെ നമുക്ക് മിഡിലുള്ള ഏതെങ്കിലും നമ്പർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഈ പൊസിഷൻ 1 ഫസ്റ്റ് പൊസിഷനിൽ 1, സെക്കൻഡ് പൊസിഷനിൽ 11, തേർഡ് പൊസിഷൻ 21, ഫോർത്ത് പൊസിഷൻ 31 എക്സെട്ര ആണ്. നമുക്കിതിൽ 1 കഴിഞ്ഞിട്ട് ഈ രണ്ട് നമ്പേഴ്സ് തന്നിട്ടില്ലാതെ 31 ആണ്, ഫോർത്ത് പൊസിഷനിൽ 31 ആണ് തന്നാൽ ഇതിന് കോമൺ ഡിഫറൻസ് എഴുതുകയും ഈ സീക്വൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് നോക്കാം. അതായത് ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ 1ഉം ഫോർത്ത് പൊസിഷനിൽ 31 ആണ്. അപ്പോൾ ഇത് x1, x2, x3, x4. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് 31ൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് ഇവിടുത്തെ പൊസിഷൻ ഫോർത്ത് പൊസിഷനാണ്, ഇവിടുത്തെ പൊസിഷൻ ഫസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ 4 - 1. 31 - 1 30/4 - 1 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് 10 എന്ന് കിട്ടും. ഇതാണ് ഇവിടെ കോമൺ ഡിഫറൻസ്. ഇനി കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ രണ്ട് ടേംസ് എഴുതിയിട്ട് ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഫസ്റ്റ് നമ്പറായ 1നോട് കൂടി 10 ആഡ് ചെയ്താൽ സെക്കൻഡ് ടൈം കിട്ടും. സെക്കൻഡ് ടൈമിനോട് വീണ്ടും 10 ആഡ് ചെയ്താൽ തേർഡ് ടൈം കിട്ടും. തേർഡ് ടൈമിനോട് ആഡ് ചെയ്താലാണ് ഫോർത്ത് ടൈം കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഫോർത്ത് ടൈം അറിയാം, തേർഡ് ടൈം കിട്ടണമെങ്കിൽ ഫോർത്ത് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ 1 ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് ചോദിച്ചിരുന്നാൽ 31നോട് 10 ആഡ് ചെയ്ത് മുന്നിലോട്ടുള്ള നമ്പേഴ്സ് എഴുതാം. 41, 51 എക്സെട്ര. ഇനി ഇപ്പുറത്തുള്ള നമ്പറാണ് ചോദിച്ചാൽ, പിറകിലോട്ടുള്ള നമ്പറാണ് ചോദിച്ചാൽ 31 നിന്ന് 10 മൈനസ് ചെയ്താൽ 21, 21 നിന്ന് വീണ്ടും 10 മൈനസ് ചെയ്താൽ 11. ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്കതിനെ ഇക്വേഷൻ പോലെ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടേം ഡിഫറൻസ് കിട്ടും. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം ഗുണം സ്ഥാനവ്യത്യാസം. അപ്പോൾ ഇതറിഞ്ഞിരിക്കാം. ഇതറിഞ്ഞിരുന്നാലേ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഈച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദിയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് സർക്കിൾ സൈൻ. ഫൈൻഡ് ദം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24, 42 പിന്നെ 2 മിസ്സിംഗ് ടേംസ് ഉണ്ട്. ഇവിടെ ആദ്യം 2 മിസ്സിംഗ് ടേംസും പിന്നെ 2 ടേംസ് ഉണ്ട്.
പിന്നെ ഇവിടെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഉണ്ട്, സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും മിസ്സിംഗ് ആണ്. ഇതിൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ഉണ്ട്, സെക്കൻഡും തേർഡ് ടേമും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം: ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം വൃത്തചിഹ്നം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇവിടെ ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് 24, സെക്കൻഡ് 42. ഇത് ആരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. 42 നിന്ന് 24 മൈനസ് ചെയ്യാം. 42 നിന്ന് 24 മൈനസ് ചെയ്യാം. 12 നിന്ന് 4 മൈനസ് ചെയ്താൽ 8 ആണ്. 3 നിന്ന് 2 മൈനസ് ചെയ്താൽ 1. അപ്പോൾ 18 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇനി 24, 42 അടുത്ത നമ്പർ കിട്ടാൻ 42വിനോട് 18 ആഡ് ചെയ്യണം. 42വിനോട് 18 ആഡ് ചെയ്താൽ 50 ആയിട്ട് കിട്ടും. 60 ആയിട്ട് കിട്ടും. ഇനി ഈ 60യോട് വീണ്ടും 18 ആഡ് ചെയ്യുക. അപ്പോൾ 78 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 24, 42, 60, 78 എന്നാണ് ഇവിടെ കിട്ടുക. ഇത് 60 ആണ്. 42 പ്ലസ് 18 ആണ്, അത് 60. അടുത്തത് 60 പ്ലസ് 18, 78. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ 2 ടേംസ് മിസ്സിംഗ് ആണ്. x1ഉം x2. നമുക്ക് x3യും x4ഉം തന്നിട്ടുണ്ട്. x3യും x4ഉം തന്നിട്ട് അടുത്തടുത്ത് 2 നമ്പേഴ്സ് തന്നിരുന്നാൽ, 2 ടേംസ് തന്നിരുന്നാൽ അതിൻ്റെ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെയും 42 നിന്ന് 24 മൈനസ് ചെയ്താൽ 18 ആണ് കിട്ടുക. ഇനി തൊട്ട് മുന്നിലുള്ള നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 24ൽ നിന്ന് 18 മൈനസ് ചെയ്യുക. 24 നിന്ന് 18 മൈനസ് ചെയ്ത് നോക്കാം. 24 മൈനസ് 18. 14 നിന്ന് 8 മൈനസ് ചെയ്താൽ 6 ആണ്. ഇവിടെ 1 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഈ അടുത്ത ടേം 6 എന്ന് കിട്ടും. ഇനി അതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കാൻ 6ൽ നിന്ന് വീണ്ടും 18 മൈനസ് ചെയ്യാം. 6ൽ നിന്ന് 18 മൈനസ് ചെയ്യുന്നതിന് പകരം 18ൽ നിന്ന് 6 മൈനസ് ചെയ്യാം. എന്നിട്ട് 6 നിന്നാണ് 80 മൈനസ് ചെയ്താൽ അപ്പോൾ മൈനസ് ചിഹ്നം കൊടുത്താൽ മതി. 18ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 12 കിട്ടും. ഇവിടെ -12 ആണ് കിട്ടുക. -12, 6, 24, 42 എന്ന് കിട്ടും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്. 24 സെക്കൻഡ് ടൈം അറിയില്ല, തേർഡ് ടൈം 42 ഫോർത്ത് ടൈമും അറിയില്ല. അപ്പോൾ നമുക്ക് 24ഉം 42ഉം ആഡ് ചെയ്താൽ 24 പ്ലസ് 42 ആഡ് ചെയ്താൽ 66 എന്ന് കിട്ടും. 66ൻ്റെ ഹാഫ് ആയിരിക്കും ഈ മിഡിൽ ടൈം, അത് 33 ആയിരിക്കും. ഇനി 33 നിന്ന് 24 മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഇത് 33 എന്ന് കിട്ടി. 33 നിന്ന് 24 മൈനസ് ചെയ്യാം. 30 നിന്ന് 4 മൈനസ് ചെയ്താൽ 9. ഇവിടെ 2 നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 9 ആണ്. ഇനി 42വിനോട് 9 ആഡ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. 42വിനോട് 9 ആഡ് ചെയ്താൽ 42 പ്ലസ് 9 51 എന്ന് കിട്ടും. 51. അപ്പോൾ ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തന്നിരുന്ന സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കണം. പിന്നെ നമുക്കിപ്പോൾ 2 കൺസിക്യൂട്ടീവ് ടേംസ് കിട്ടി. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. ആ കോമൺ ഡിഫറൻസ് തേർഡ് ടൈമിനോട് ആഡ് ചെയ്താൽ ഫോർത്ത് ടൈം കിട്ടും. ഇനി അടുത്തത് നമുക്ക് ഇത് x1 ആണ്, ഇത് x2, x3, x4 എന്നെടുത്താൽ ഇവിടെ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമുമാണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ടേം ഡിഫറൻസ് 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 1.
42 24 മൈനസ് ചെയ്താൽ 18 ആണ്. 18/4 - 1 3 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത ടേം കണ്ടുപിടിക്കാനായിട്ട് കോമൺ ഡിഫറൻസ് ആയി 6 ഇതിനോട് ആഡ് ചെയ്യുക. 24 + 6 30, 30 + 6 36, 42 ഇങ്ങനെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടേംസ് in two positions of some arithmetic sequences are given below. Write the first 5 terms of each. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ടൈം 34ഉം സിക്സ് ടൈം 67ഉം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർത്ത് ടൈം 2ഉം സെവൻത്ത് ടൈം 3ഉം. തേർഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ടൈം 5ഉം ഫിഫ്ത്ത് ടൈം 2ഉം. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ ഇതാണ്. ചില സമാന്തര ശ്രേണികളുടെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. മൂന്നാം പദം 34, ആറാം പദം 67. അടുത്ത ക്വസ്റ്റ്യൻ നാലാം പദം 2, ഏഴാം പദം 3. അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം പദം 5, അഞ്ചാം പദം 2. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് തേർഡ് ടൈം 34 എന്നും സിക്സ്ത് ടൈം 67 എന്നും പറഞ്ഞാൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. ടേം ഡിഫറൻസ് 67 - 34 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് സിക്സ്ത് ടേമും ഇത് തേർഡ് ടേമും ആണ്. അപ്പോൾ ഇത് സിക്സ്ത് പൊസിഷനിലാണ്. അതായത് ആറാമത്തെ പദം 67ഉം മൂന്നാമത്തെ പദം 34 എന്നാണ്. അപ്പോൾ ടേംസ് അഥവാ പദങ്ങൾ 34ഉം 67ഉം ആണ്. അവിടുത്തെ സ്ഥാനങ്ങളെന്ന് പറയുന്നത് 6ഉം 3ഉം ആണ്. അപ്പോൾ നമ്മൾ ടേം ഡിഫറൻസ് 67 - 34 അഥവാ പദവ്യത്യാസം 67 - 34ഉം സ്ഥാന വ്യത്യാസം അഥവാ പൊസിഷൻ ഡിഫറൻസ് 6 - 3ഉം ആണ്. 67 - 34 3 33/3 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 11. അപ്പോൾ കോമൺ ഡിഫറൻസ് 11 എന്നാണ് കിട്ടിയത്. നമുക്ക് x1, x2, x3, x4, x5 വരെ കാണണം. നമുക്ക് തന്നിട്ടുള്ള തേർഡ് ടൈം ആണ്. തേർഡ് ടൈം 34 എന്ന് എഴുതാം. ഇനി സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 11 മൈനസ് ചെയ്യണം. x2 = 34 - 11. 34 നിന്ന് 11 മൈനസ് ചെയ്യാം. 23. 23 നിന്ന് വീണ്ടും 11 മൈനസ് ചെയ്താൽ അടുത്ത ടൈം കിട്ടും, മുന്നിലുള്ള ടൈം. അപ്പോൾ 23 നിന്ന് 11 മൈനസ് ചെയ്താൽ 3 നിന്ന് 1 മൈനസ് ചെയ്താൽ 2, 12 എന്ന് കിട്ടും. ഇനി വീണ്ടും 34നോട് 11 ആഡ് ചെയ്യാം, 45. ഇനി അടുത്ത് വീണ്ടും 45നോട് വീണ്ടും 11 ആഡ് ചെയ്യാം, 56. അപ്പോൾ നമുക്ക് തേർഡ് ടൈം അഥവാ മൂന്നാം പദം 34 എന്ന് തന്നിരുന്നു. രണ്ടാം പദം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. പിറകോട്ടുള്ള പദങ്ങൾ കിട്ടാനായിട്ട് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. 34 നിന്ന് 11 മൈനസ് ചെയ്തപ്പോൾ 23 കിട്ടി. 23 നിന്ന് വീണ്ടും 11 മൈനസ് ചെയ്തപ്പോൾ 12 കിട്ടി. ഇനി x4ഉം x5ഉം കണ്ടുപിടിക്കുക. 34നോട് 11 ആഡ് ചെയ്തപ്പോൾ 45 കിട്ടി. ഇനി 45നോട് 11 ആഡ് ചെയ്തപ്പോൾ 56 കിട്ടി. അപ്പോൾ പറഞ്ഞിരിക്കുന്ന 5 ടേംസ് എന്ന് പറയുന്നത് ഇതാണ്: x1, x2, x3, x4, x5 എക്സെട്ര. ഇതാണ് ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസ്. ഇനി ഇത് മറ്റൊരു രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. തേർഡ് ടൈം 34 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം x3 ആണ്. x3 = f+2d എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് f+2d = നമുക്ക് തന്നിരിക്കുന്ന 34 എന്ന് എടുക്കാം. അതുപോലെ x6ന് നമുക്ക് f+5d എന്ന് എടുക്കാം. ദാറ്റ് ഈസ് f+5d = 67. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ടും ഇത് സെക്കൻഡ് ഇക്വേഷനായിട്ടും എടുത്താൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ f+5d = 67 രണ്ടാമത്തെ ഇക്വേഷനാണ്. f+2d = 34 ഫസ്റ്റ് ഇക്വേഷനാണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ
67 നിന്ന് 34 മൈനസ് ചെയ്യാം. 7 നിന്ന് 4 മൈനസ് ചെയ്താൽ 3, 6 നിന്ന് 3 മൈനസ് ചെയ്താൽ 3. ഇനി ഈക്വൽ ടു 5D നിന്ന് 2D മൈനസ് ചെയ്യുന്നു, അപ്പോൾ 3D. എഫ് മൈനസ് എഫ് 0. 3D ഈക്വൽ ടു 33 എന്ന് കിട്ടി. അതിൽ നിന്ന് D ഈക്വൽ ടു 33/3 ഈക്വൽ ടു 11 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് കോമൺ ഡിഫറൻസ് ഒരിക്കൽ മൈനസ് ചെയ്യുക. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ടൈമിൽ നിന്ന് ഒരിക്കൽ കൂടി കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അതുപോലെ ഇതിങ്ങോട്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇങ്ങനെയും കണ്ടുപിടിക്കാം, ഇങ്ങനെയും കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ടൈം 2, സെവൻത് ടൈം 3. നാലാം പദം 2, ഏഴാം പദം 3. നേരത്തെ ചെയ്തതുപോലെ ഇത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനായിട്ട് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ ടേം ഡിഫറൻസ് 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ പൊസിഷൻ 7 മൈനസ് 4. ഇത് 3 മൈനസ് 2 ആണ്. 3 മൈനസ് 2 1/7 മൈനസ് 4 3 ആണ്. അപ്പോൾ 1/3 എന്ന് കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി നമുക്ക് ഫോർത്ത് ടൈം 2 എന്നാണ് തന്നിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് 1/3 എന്നും കിട്ടി. നമുക്ക് x1, x2, x3, x4, x5 എന്ന് എഴുതാം. നമുക്ക് അറിയാവുന്നുള്ളത് x4 2 എന്നറിയാം. ഇനി x3 കണ്ടുപിടിക്കാനായിട്ട് x3 ഈക്വൽ ടു 2 മൈനസ് 1/3. 2 മൈനസ് 1/3 നമുക്ക് എങ്ങനെ 2ന് ഡിനോമിനേറ്റർ 1 ആയിട്ട് കൊടുക്കാം. 1 × 3 3, 2 × 3 6 മൈനസ് 1. അപ്പോൾ ഇത് 5/3. 5/3 നമുക്ക് 1 and 2/3 എന്ന് എഴുതാം. 1 and 2/3. ഇനി x2 ആണെങ്കിൽ 1 and 2/3 അല്ലെങ്കിൽ 5/3യിൽ നിന്ന് വീണ്ടും കോമൺ ഡിഫറൻസ് ആയ 1/3 മൈനസ് ചെയ്യാം. 5/3 നിന്ന് 1/3 മൈനസ് ചെയ്യുമ്പോൾ 5 മൈനസ് 1/3 ദാറ്റ് ഈസ് 4/3. 4/3യെ 1 and 1/3 എന്ന് എഴുതാം. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യൻ്റ് അഥവാ ഹരണഫലം 1ഉം റിമൈൻഡർ 1ഉം ഡിവൈസർ 3 തന്നെ. അപ്പോൾ 1 and 1/3. ഇനി x1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 1 and 1/3 അഥവാ 4/3യെ 4/3 നിന്ന് 1/3 മൈനസ് ചെയ്യാം. 4/3 നിന്ന് 1/3 മൈനസ് ചെയ്യാനായിട്ട് 3, 4 മൈനസ് 1 ദാറ്റ് ഈസ് 3/3 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി x5 ആണ് കണ്ടുപിടിക്കേണ്ടത്. x5 കണ്ടുപിടിക്കാനായിട്ട് 2നോട് 1/3 ആഡ് ചെയ്യണം. 2 + 1/3. 2നെ നമ്മൾ 2/1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 × 3 3, 2 × 3 6 + 1/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 7/3. 7/3 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കോഷ്യൻ്റ് അഥവാ ഹരണഫലവും 2 3s are 6. 2 3s are 6 കഴിഞ്ഞാൽ 1/3 എന്ന് കിട്ടും. 2 and 1/3. 7/3 എന്ന ഇംപ്രോപ്പറായിട്ടുള്ള ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x1 1 അടുത്ത 1 and 1/3, 1 and 2/3, 2 and 1/3 എന്ന് കിട്ടും. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ
സെക്കൻഡ് ടേം 5ഉം ഫിഫ്ത്ത് ടേം 2ഉം, അതായത് രണ്ടാം പദം 5ഉം അഞ്ചാം പദം 2. ഇവിടെയും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ 2 മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2. ഇവിടെ ടേം ഡിഫറൻസ് ഫിഫ്ത്ത് ടേം 2ഉം സെക്കൻഡ് ടേം 5ഉം ആണ്. അതായത് രണ്ടാം പദം 5ഉം അഞ്ചാം പദം 2ഉം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇത് മൈനസ് ചെയ്താൽ 2 മൈനസ് 5 പൊസിഷൻ 5 മൈനസ് 2. അപ്പോൾ ഇത് ടേം ഡിഫറൻസ്, ഇത് പൊസിഷൻ ഡിഫറൻസ്. 2 മൈനസ് 5 ലാർജസ്റ്റ് നിന്ന് സ്മാളസ്റ്റ് മൈനസ് ചെയ്ത് ലാർജസ്റ്റിൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ മൈനസ് 3 by 5 minus 2 equal to 3, that equal to minus 1. D minus 1 എന്ന് കിട്ടി. നമുക്ക് സെക്കൻഡ് ടേം അറിയാം 5 ആണ്. സെക്കൻഡ് ടേം 5. അപ്പോൾ x1, x2, x3, x4, x5 ഇങ്ങനെ എടുക്കാം. സെക്കൻഡ് ടേം ആണ് 5. അതിൽ നിന്ന് ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. x1 കിട്ടാൻ x2 മൈനസ് d ആണ്. അപ്പോൾ 5 മൈനസ് -1, ദാറ്റ് ഈസ് 5 + 1 = 6. അപ്പോൾ ഇത് 6 എന്ന് കിട്ടി. ഇനി x3 എന്ന് പറയുന്നത് s2വിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ്. s2 + -1, അതായത് 5 + -1. 5 + -1 = 4 ആണ്. ഇത് രണ്ട് ഡിഫറെൻറ്റ് സൈൻ ആയതുകൊണ്ട് ലാർജസ്റ്റ് നിന്ന് സ്മാളസ്റ്റ് മൈനസ് ചെയ്ത് ലാർജസ്റ്റിൻ്റെ സൈൻ കൊടുത്തു. അപ്പോൾ ഇത് 4 ആയി. ഇനി x4 = x3 + d ആണ്. ദാറ്റ് ഈസ് x3 4 + -1. ഇവിടെയും ലാർജസ്റ്റ് നിന്ന് സ്മാളസ്റ്റ് മൈനസ് ചെയ്ത് ലാർജസ്റ്റിൻ്റെ സൈൻ കൊടുത്തു 3. അടുത്ത x5 = തന്നിട്ടുണ്ട്. അല്ലാതെ തന്നെ 3 + -1 = 2 എന്നും കിട്ടും. x4 എന്ന് പറഞ്ഞാൽ 3 ആയി. x5 എന്ന് വെച്ചാൽ x4നോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു, അത് 2. അല്ലെങ്കിൽ നമുക്ക് 2 തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് x1, x2, x3, x4, x5 എക്സെട്ര. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അതിൻ്റെ ഫസ്റ്റ് 5 ടൈംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫിഫ്ത്ത് ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 38 ആൻഡ് നയൻത്ത് ടൈം ഇസ് 66. വാട്ട് ഈസ് ഇസ് 25th ടൈം? ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 38ഉം 9-ാം പദം 66ഉം ആയാൽ 25-ാം പദം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഫിഫ്ത്ത് ടൈം നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഫിഫ്ത്ത് ടൈം 38 എന്നും നയൻത്ത് ടൈം 66 എന്നും അറിയാം. അതായത് 5-ാം പദം 38, 9-ാം പദം 66. ഇനി ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് 66 - 38 ഡിവൈഡഡ് ബൈ 9 - 5. 66 - 38. 16 8 മൈനസ് ചെയ്താൽ 8. 5 3 മൈനസ് ചെയ്താൽ 2, 28. That is 28 by 9 - 5 = 4 = 7. D7 എന്ന് കിട്ടി. ഇനി നമുക്കിത് രണ്ട് രീതിയിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഒരു ഇതാണ് ഫിഫ്ത്ത് ടൈം 38 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഫ്ത്ത് ടൈമിൽ നമുക്ക് x5 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് f + 4d. ഇത് നമുക്കറിയാം. f + 4d = 38. f + 4d = 38ൽ f നമുക്കറിയില്ല. f + 4 × d7 = 38 എന്നറിയാം. ദാറ്റ് ഈസ് f + 28 = 38. f + 4 × 7 = 28 = 38. That is f = 38 - 28 = 10. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ടൈം 10 എന്നും കോമൺ ഡിഫറൻസ് 7 എന്നും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന 25th ടൈം കണ്ടുപിടിക്കാനാണ്.
25th ടേം. 25th ടേം എന്ന് പറഞ്ഞാൽ x25 ദാറ്റ് ഈക്വൽ ടു എഫ് പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു ഡി എന്നോ 24d എന്നോ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്കറിയാം 10 പ്ലസ് 24 ഇൻറ്റു ഡി നമ്മൾ കണ്ടുപിടിച്ചു 7. 10 പ്ലസ് 24നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 ആഡ് ചെയ്യുക. 24നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 4 28, 2 7 2 14 plus 2 16. 168 equal to 168 plus 10 equal to 178. ഇതാണ് 25th ടേം അഥവാ 25ാം പദം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.